ഈ ഒരു എസ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് റൈനോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ക്യാമ്പസ് ഡിസൈനിൽ മെയിനായിട്ട് എനിക്കൊരു എഫേർട്ട് ഇടേണ്ട സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു പാരാമെട്രിക് ഒരു ഫ്ലോയി സ്ട്രക്ചർ വേണമെന്നുണ്ടായിരുന്നു എൻ്റെ ക്യാമ്പസ് ഡിസൈനിൽ. ഞാൻ ഇവിടുത്തെ സാർമാരെടുത്തും അതുപോലെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ടൂൾസ്, കാരണം എനിക്കിത് പുതിയ ഇൻ്റർഫേസ് ആണ്, പുതിയ ടൂളാണ്, അപ്പോൾ ഇതൊന്നും അറിയില്ല. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കാരണം എനിക്ക് എല്ലാവരും തീർക്കണ പോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും തീർക്കണം, എന്നാലേ എനിക്ക് ജൂറിക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടാണ് അതിൽ തന്നെ വർക്ക് ചെയ്ത് ആദ്യം ചെയ്യും, പിന്നെ സോഫ്റ്റ്വെയർ തെറ്റാവും, പിന്നെ ചെയ്യും, പിന്നെയും തെറ്റാവും, അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ഫ്ലോയിലേക്കും ഈ ഒരു ഡിസൈൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് ഞാൻ എത്തിച്ചത്. ഹായ്, ഐ ആം റിസിൽ അയ്യൂബ്. ഐ ആം S9 സ്റ്റുഡൻറ്റ് ഓഫ് ദേവഗിയമ്മ ഗുരുവായൂരപ്പൻ കോളേജ് ഓഫ് ആർക്കിടെക്ചർ. എൻ്റെ ഡിസൈനിൽ മെയിൻ കൺസേൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇതൊക്കെ അണ്ടർ ഒരു റൂഫിൻ്റെ അടിയിൽ വരണം. അപ്പോൾ ഈ പെഡസ്ട്രിയൻസിന് ഈസി ആയിട്ട് അതിൽ കൂടെയുള്ള ആക്സസിബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത്രയും ഒരു വലിയ സ്പാനിൽ റൂഫ് വരുമ്പോൾ അതിക്ക് എങ്ങനെ സൺലൈറ്റ് വരുന്നു, വിൻഡിൻ്റെ ക്യാച്ച് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു ഞാൻ മെയിനായിട്ട് ഈ ഡിസൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്.